മഹാരാഷ്ട്രയിൽ 20കാരനെ വെടിവെച്ചും കല്ലുകൊണ്ടും തലക്കടിച്ചും കൊലപ്പെടുത്തിയ സംഭവത്തിൽ 6 പേർ പിടിയിലായി. പെൺസുഹൃത്തിന്റെ പിതാവും സഹോദരന്മാരും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. യുവാവിന്റെ സംസ്കാര ചടങ്ങുകൾക്കെത്തി പെൺകുട്ടി പ്രതീകാത്മകമായി വിവാഹം ചെയ്തതും വലിയ വാർത്തയായിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. നാന്ദേഡ് എന്നത് മഹാരാഷ്ട്രയിൽ പലപ്പോഴും ഇത്തരം ഹോണർ കില്ലിങ്ങുകൾ, ദുരഭിമാന കൊലകൾക്ക് കുപ്രസിദ്ധമായ ഒരിടമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ഇത്തരം സമാനമായ സംഭവങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യമാണ് ഈ ഒരു കൊലപാതകം. 20കാരനായ സക്ഷം ടെറ്റെ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് അഞ്ചൽ എന്നൊരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു. 2 വർഷമായി അവർ പ്രണയിക്കുന്നു. അഞ്ചലിൻ്റെ സഹോദരന്മാരുമായി ഈ സഖ്യത്തിന് സൗഹൃദമുണ്ടായിരുന്നു. അങ്ങനെയാണ് അഞ്ചലിനെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇരുവരും പ്രണയമായി എന്നത് അറിഞ്ഞതോടെ ഈ സഹോദരന്മാർ സഖ്യത്തിനെതിരെ തിരിഞ്ഞു. ഒരു തർക്കം ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് വെടിവെച്ചും അതിനുശേഷം അരിശം തീരാതെ തലയ്ക്ക് കല്ലടിച്ചുമാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തി കളഞ്ഞത്. പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അഞ്ചൽ ഈ പെൺകുട്ടി ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്കെത്തി മൃതദേഹത്തെ സാക്ഷിയാക്കി അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രതീകാത്മകമായി സിന്ദൂരം ചാർത്തിയൊക്കെ ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കിയതായി അവർ പറയുകയും ചെയ്തു. ഇനി ഈ യുവാവിൻ്റെ വീട്ടിലാണ് താൻ ഇനി താമസിക്കാൻ പോകുന്നതെന്നും അച്ഛനും അമ്മയും അടക്കമുള്ളവർക്ക് ശക്തമായ ശിക്ഷ നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ പോലീസ് 6 പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അഞ്ചലിൻ്റെ 2 സഹോദരന്മാർ, അച്ഛൻ, പിതാവ്, ഒപ്പം തന്നെ മാതാവിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ബന്ധുവിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ 6 പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഓഗസ്റ്റ് മാസത്തിലാണ് ഒരു 19കാരനെയും 18കാരിയെയും രക്ഷിതാക്കൾ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഇതേ നന്ദേഡിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരു 17കാരിയെ രക്ഷിതാക്കൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും പിന്നീട് അത് കത്തിച്ച് കളയുകയും മൃതദേഹം കത്തിച്ച് കളയുകയും ചെയ്ത സംഭവം ഇതേ നന്ദേഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ വർഷവും ഒന്നിലേറെ സംഭവങ്ങൾ നാന്ദേഡിൽ ഇത്തരം ദുരഭിമാന കൊലകൾ ആവർത്തിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.